ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുക തന്നെയാണ്. ജനുവരി 19 വരെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ട്. 17 വരെയാണ് തിരുവാഭരണം അണിഞ്ഞുള്ള ദർശനം ലഭിക്കുക. ഈ മാസം 18 വരെയാണ് നെയ്യഭിഷേകവും ഉണ്ടാവുക. നമുക്ക് വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ തുടരുന്നുണ്ട് സന്നിധാനത്ത്. അരുൺ, സ്വാമി ശരണം. ഇപ്പോഴും ഇതിന് മകരവിളക്കിന് ശേഷവും തിരുവാഭരണം അണിഞ്ഞുള്ള ആ ഒരു കാഴ്ച കാണാനായി പ്രേക്ഷകരിങ്ങനെ ഭക്തരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സന്നിധാനത്തേക്ക് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും വലിയ തിരക്കാണെന്നുള്ള റിപ്പോർട്ടുകൾ. എന്താണ് രാവിലത്തെ കാഴ്ച? വീണ, സ്വാമി ശരണം, അങ്ങനെ ഭക്തി നിർഭരമായുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ മകരവിളക്ക് ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൂടെയാണ് ശബരിമല സന്നിധാനം അങ്ങനെ കടന്നു പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവാഭരണ വിഭൂഷിതരായ സ്വാമി അയ്യപ്പനെ കണ്ടു തൊഴാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരങ്ങളുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജനത്തിരക്കാണ് സന്നിധാനത്തേക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വില്ലാളി വീരനായ വീരമണി കണ്ഠനായ സ്വാമി അയ്യപ്പനെ തൊഴുവാനുള്ള ആ ഒരു അവസരം ഭക്തർക്കുണ്ട്. ആ ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ഭക്തരൊക്കെ തന്നെ ഉള്ളത്. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും 19-ാം തീയതി വരെ ആയിരിക്കും ഭക്തർക്ക് ദർശനം ഉണ്ടാകുക. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങും വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാനും പറ്റുന്നത് 19-ാം തീയതി വരെ മാത്രമായിരിക്കും. പമ്പ, നിലയ്ക്കൽ, എരുമേലി, വണ്ടിപ്പെരിയാർ, പന്തളം എന്നിവിടങ്ങളിൽ ഈ സ്പോട്ട് ബുക്കിങ്ങിനുള്ള പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 19-ാം തീയതി രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ ഭക്തർക്കുള്ള ദർശനം അവസാനിക്കുകയാണ്. 20-ാം തീയതി രാവിലെയാണ് തിരുവാഭരണ പേടകം തിരിച്ചിറങ്ങുക. അന്ന് രാജപ്രതിനിധിക്ക് മാത്രമായിരിക്കും ശബരിമലയിൽ സന്നിധാനത്ത് ദർശനം ഉണ്ടാകുക. അതോടൊപ്പം തന്നെ ഈ തിരുവാഭരണം അണിഞ്ഞുള്ള ആ ഒരു ദർശനം ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പവിത്രമായ, ഏറ്റവും പുണ്യമായ ആ ഒരു കാര്യം തന്നെയാണ് അത്. അതുകൊണ്ട് തന്നെ 17-ാം തീയതി വരെ വലിയ രീതിയിലുള്ള ആ ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. അതോടൊപ്പം തന്നെ 18-ാം തീയതി വരെ മാത്രമാണ് നെയ്യഭിഷേകം ഉണ്ടാകുക. അതായത് ഈ മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനകാലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 18-ാം തീയതി വരെ മാത്രമാണ് ആ നെയ്യഭിഷേകം ഉണ്ടാകുക. അന്ന് വൈകിട്ട് തന്നെയാണ് ഈ മണിമണ്ഡപത്തിൽ നിന്നും ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളിപ്പ്. അതിനുശേഷം 19-ാം തീയതി രാവിലെ പുലർച്ചെ നട തുറക്കുന്നു. അന്ന് വൈകിട്ടാണ് ആ മാളികപ്പുറത്തിന് സമീപമുള്ള മണിമണ്ഡപത്തിന് സമീപമുള്ള സ്ഥലത്ത് ഈ ഗുരുതി നടക്കുക. അങ്ങനെ ഏറ്റവും വിശിഷ്ടമായ, ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചടങ്ങാണ് സന്നിധാനത്ത് ഇനി നടക്കുക. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം സന്നിധാനത്തേക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും ആ ഒരു തിരക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു തിരക്ക് സന്നിധാനത്ത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തുടക്കത്തിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. നമുക്കറിയാം, ക്രമാതീതമായുള്ള ഒരു തിരക്കായിരുന്നു മകരവിളക്ക് ദിവസം ശബരിമലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. അതിന് സമാനമായുള്ള ഒരു തിരക്ക്, അതിന് ആനുപാതികമായുള്ള ഒരു തിരക്ക് സന്നിധാനത്ത് ഇപ്പോഴും തുടരുകയാണ്. 80,000-ഓളം തീർത്ഥാടകർക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിനും എത്രയോ അപ്പുറത്തേക്ക് തീർത്ഥാടകരുടെ ഒരു നീണ്ട നിര തന്നെ ഈ സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 18-ാം പടിക്ക് താഴെയുള്ള ആ ഒരു ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ ഭക്തർക്ക് ഭഗവാനെ കാണുവാനായുള്ള ഒരു വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇടം മുറിയാത്ത, അണമുറിയാത്ത ഒരു ഭക്തജന പ്രവാഹം ഇങ്ങനെ സന്നിധാനത്തേക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിലും ഇങ്ങനെ ഈ തിരക്ക് സന്നിധാനത്ത് തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പവിത്രമായ ഒരു സമയങ്ങളിലൂടെയാണ് സന്നിധാനം കടന്നു പോകുന്നത്. ഏറ്റവും വിശിഷ്ടമായ ചടങ്ങുകൾ തന്നെയാണ് സന്നിധാനത്ത് നടന്നു പോകുന്നത്. എന്തായാലും 2 മാസക്കാലം നീണ്ടുനിന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് അത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വീണ, ശരി അരുൺ, ഏതായാലും വളരെ മനോഹരമായ ചില ദൃശ്യങ്ങൾ കൂടിയാണ്. ഇപ്പോഴും സന്നിധാനത്തേക്കുള്ള ഒഴുക്ക് തുടരുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണിച്ചുകൊണ്ടാണ് അരുൺ വിശദമായ റിപ്പോർട്ട് നൽകിയത്.